Okay, good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു അല്ലേ? ഏത് ചാപ്റ്റർ ആയിരുന്നു കംപ്ലീറ്റ് ആയത്? Dietary services. Okay, ഡയറ്ററി സർവീസിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായില്ലേ? Yes, ma'am. Yes, ma'am. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആര് വായിക്കും? പ്രവിത. പ്രവിതയുണ്ടോ? പ്രവിത ശ്രീജിത്ത്. ഞാൻ വായിക്കട്ടെ മാം. ഓക്കെ, ജംഷീന വായിച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. Which department is responsible for the quality and quantity of food supply in hospitals? ഓക്കെ, അതിന്റെ ആൻസർ എന്തായിരുന്നു? Dietary department. ഓക്കെ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ലേ? Then second question. Doctors may recommend a dash a dieting to help to manage medical condition like high BP. Answer low sodium diet. Okay, second question answer low sodium diet. Third question. Okay, ma'am. Pravida. Yes, ma'am. Inpatient catering deals with the provision of meals to the patient who are admitted in the hospital. Okay. Third question answer എന്തായിരുന്നു? അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിനാണ് ഇൻപേഷ്യന്റ് സർവീസ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. And fourth question. Development of recipes according to the nutritional of patients. Nutritional needs of patients അല്ലെ? Okay. Then fifth question ഏതായിരുന്നു? ആൻസർ fifth ക്വസ്റ്റ്യനും ആൻസർ ഒന്ന് പറയൂ. The everyday function of dietary department is to prepare meals for the patients who got admitted to the hospital. Okay, meals മാത്രമാണോ പ്രൊവൈഡ് ചെയ്യുന്നത്? Meals and snacks. സ്നാക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് Clear ആയി മാം. ഓക്കെ, നമുക്ക് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കാം. ഡയാലിസിസ് സർവീസസ്, ചാപ്റ്റർ 24 ഡയാലിസിസ് സർവീസ് ആണ് കേട്ടോ. ഓക്കെ, അബൌട്ട് ഡയാലിസിസ് സർവീസസ്. നമ്മുടെ ഡയാലിസിസ് എന്ന് പറയുന്ന ടേം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നമുക്ക് ഫെമിലിയർ ആണ്. അപ്പൊ നിങ്ങളുടെ റിലേറ്റീവ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഡയാലിസിസ് ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പൊ നിലവിൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്തിരുന്നതോ ആയിട്ടുള്ള ആളുകളൊക്കെ പരിചയമുള്ളവരുണ്ടോ? ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പോ നമ്മുടെ ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ടേം ഏത് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? യെസ്, വെരി ഗുഡ്. കിഡ്നിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? വൃക്കകളുമായി ബന്ധപ്പെട്ടതാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് അല്ലെ? ഡയാലിസിസ് ചെയ്യുന്ന എന്തിനാ? വൃക്കകൾക്ക് എന്താണ് ഫെയിലിയർ അല്ലെങ്കിൽ വൃക്കകൾക്ക് എന്താണ് എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ പേഷ്യൻസിന് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഡയാലിസിസ് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒരു കിഡ്നി എന്താണെന്നുള്ളതൊന്ന് എന്താണ് ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയാലിസിസിലേക്ക് വരാം കേട്ടോ. ഇപ്പൊ കിഡ്നി എന്ന് പറയുന്ന ഒരു ഓർഗനെ പറ്റി നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ തുടങ്ങി പഠിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ എന്താണ് കിഡ്നി എന്താണെന്നാ പഠിച്ചിരിക്കുന്നത്? കിഡ്നി എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ? എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്? കിഡ്നി എന്തിനാ സഹായിക്കുന്നത്? പ്യൂരിഫൈ ചെയ്യുന്നു. ഓക്കെ, പ്യൂരിഫൈ ചെയ്യുന്നു. എന്തിനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? എന്തിനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിനെ. വെരി ഗുഡ്. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ? എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ ചെയ്യുന്നതോടൊപ്പം എന്താണ് ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന വേസ്റ്റുകൾ അതുപോലെ എക്സ്ട്രാ ഫ്ലൂയിഡ്സുകൾ എല്ലാം എന്ത് ചെയ്യും? എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? ഫിൽറ്റർ ചെയ്ത് റിമൂവ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് കളയുന്നു അല്ലെ? ഇനി ഇങ്ങനെ റിമൂവ് ചെയ്ത് ബോഡിയിൽ നിന്ന് കളയുമ്പോ ആ റിമൂവ് ചെയ്യുന്ന ആ വേസ്റ്റുകൾ എവിടെ വന്നാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? എവിടെ വന്നായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക? ആർക്കെങ്കിലും അറിയോ? കിഡ്നി ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് എന്താണ് വാട്ടർ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ബ്ലഡ് പ്യൂരിഫിക്കേഷന്റെ സമയത്ത് ബ്ലഡിൽ ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള വേസ്റ്റുകളും മറ്റ് എക്സ്ട്രാ ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഫ്ലൂയിഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഈ വേസ്റ്റ് വെരി ഗുഡ് യൂറിനറി ബ്ലാഡറിലാണ് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്ന ഓരോ വേസ്റ്റുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും? യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ നിന്നും യൂറിനേറ്റ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു.
ക്ലിയർ ആയോ? ഇനി കിഡ്നീസ് നമ്മൾ പറഞ്ഞു, കിഡ്നിയുടെ ഷേപ്പ് എന്താണ് കിഡ്നിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്? യെസ്, പി ആണ്, അല്ലെങ്കിൽ ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ് അല്ലെ, ബീൻ ഷേപ്ഡ് ഓർഗൻ ആണ്. അതായത് പയറ് വിത്തിന്റെ ആകൃതിയിലുള്ള അല്ലെ, വിത്തിന്റെ ഒരു ആകൃതിയിലുള്ള ഓർഗൻ ആണ് കിഡ്നീസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബോഡിയിലെ പ്രധാനപ്പെട്ട ഒരു ഓർഗൻ തന്നെയാണ്. ഇതൊരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. എന്താണ്? ഒരു വിസർജന അവയവമാണ് അല്ലെ. നമ്മുടെ ബോഡിയിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെയൊക്കെ പുറന്തള്ളുന്ന അല്ലെങ്കിൽ വിസർജിച്ച് കളയുന്ന, അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു അല്ലെ, മറ്റെന്താണ്, മറ്റു കമ്പോണൻസിനെ എല്ലാത്തിനെയും ഫിൽട്ടർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താണ്? നമ്മുടെ ശരീരത്തിലെ ഫിൽട്ടർ അല്ലെങ്കിൽ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവവും ഏത് അവയവം തന്നെയാണ്? കിഡ്നീസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ കിഡ്നി എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു. ഇനി കിഡ്നിയുടെ ലൊക്കേഷൻ എവിടെയായിട്ടാ വരുന്നത്? എവിടെയായിട്ടാ കിഡ്നിയുടെ ലൊക്കേഷൻ വരുന്നത്? എവിടെയാണ് കിഡ്നിയുടെ ലൊക്കേഷൻ? അറിയില്ല ആർക്കും? കിഡ്നിയുടെ ലൊക്കേഷൻ എവിടെയാ? ലോവർ അബ്ഡോമനില്, നമ്മുടെ നട്ടെല്ലിന് ഇരുവശങ്ങളിലുമായിട്ടാണ് അല്ലെ. നമ്മുടെ നട്ടെല്ലിന് ഇരുവശങ്ങളിലുമായിട്ടാണ് കിഡ്നിയുടെ ലൊക്കേഷൻ വരുന്നത്. ഇനി പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പ്യൂരിഫൈ ബ്ലഡ് ആണ് അല്ലെ. ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു. ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽസിനൊക്കെ, നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത വേസ്റ്റുകളെയും മിനറൽസിനെയും അല്ലെങ്കിൽ എന്താണ് സോൾസിനെയും മറ്റു എക്സ്ട്രാ ഫ്ലൂയിഡ്സിനെയും എല്ലാത്തിനെയും എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രധാനമായിട്ടും കിഡ്നിയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും. അപ്പൊ നമ്മുടെ ഈ ഇങ്ങനെയുള്ള കിഡ്നീസ് ഒത്തിരി ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് നോർമൽ ആയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കിഡ്നിയാണ് നമുക്കുള്ളതെങ്കിൽ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ എന്താണ്? ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ എല്ലാ ദിവസവും ഈ ഒരു ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഈ കിഡ്നിക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അല്ലെ, കിഡ്നിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, എങ്ങനെയാണ് കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാവുന്നത്? എന്തൊക്കെ റീസൺസ് ഉണ്ടാവും കിഡ്നി ഫെയിലിയർ ആവാനായിട്ട്? എന്തൊക്കെ റീസൺസ് ഉണ്ടാവും? എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാവാം അല്ലെ, വൈറസിന്റെയോ ബാക്ടീരിയയോ മറ്റെന്തിന്റെയും ഇത് ഇൻഫെക്ഷൻസ് മൂലം കിഡ്നി ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു ചാൻസ് എന്താണ്? ഡയബറ്റിക്സ് അല്ലെങ്കിൽ പ്രമേഹം അല്ലെ. ഓക്കെ, എനി ഡാമേജസ്. ശരി, അപ്പൊ എന്താണ്? അതെ, ഓവർ ഡോസ് ഓഫ് മെഡിസിൻ അല്ലെ. നമ്മൾ കുറേയധികം ഓരോ രോഗത്തിന്റെയും ചികിത്സയ്ക്ക് അനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് നമുക്ക് കിഡ്നി ഫെയിലിയർ വരാറുണ്ട്. ഇപ്പൊ ആന്റിബയോട്ടിക്സ് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന കീമോതെറാപ്പികൾ ആയിക്കോട്ടെ, അങ്ങനെ പല കെമിക്കൽസ് ആണ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓവർ ഡോസുകൾ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ കിഡ്നി ഫെയിലിയേഴ്സ് വരാറുണ്ട് അല്ലെ. അപ്പോ എന്താണ്? അതെ, ഇനി വാട്ടറിന്റെ ഇൻടേക്ക് കുറവുള്ളത് മൂലം, അതായത് നമ്മുടെ വൃക്കയിലുള്ള കല്ലുകൾ അല്ലെ, നമ്മുടെ വൃക്കയിലുള്ള കല്ലുകൾ, അതെന്താണ്? വാട്ടർ അധികം കുടിക്കാത്തത് കൊണ്ടാണ് വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട്, അതിന്റെയൊക്കെ സിവിയർ കണ്ടീഷനൊക്കെ ആകുമ്പോൾ അവിടെ എന്താ? കിഡ്നി ഫെയിലിയറിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാരണങ്ങൾ വഴിയാണ് നമ്മുടെ കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ കിഡ്നി ഫെയിലിയർ ആവുന്ന കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് ആവശ്യമായിട്ട് വരുന്നത്? എന്ത് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത്? ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ്? നോർമൽ ആയിട്ട് കിഡ്നി എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെ, നോർമൽ ആയിട്ട് കിഡ്നി ഒത്തിരി ഫങ്ഷൻസ് നമ്മുടെ ബോഡിനെ ബാലൻസിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇതെല്ലാം പെർഫോം ചെയ്യാനായിട്ട് നോർമൽ ആയിട്ടുള്ള ഒരു കിഡ്നിക്ക് പറ്റും. എന്നാൽ ഫെയിലിയർ ആയിട്ടുള്ള ഒരു കിഡ്നിക്ക് അതൊക്കെ സാധിക്കോ? ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് പകരമായിട്ട് എന്താണ്? കിഡ്നി എന്തൊക്കെ ഫങ്ഷൻ ആണോ നോർമൽ ആയിട്ട് ചെയ്യുന്നത്, ആ ഫങ്ഷൻസിന് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു സെയിം ഫങ്ഷൻസ് ആ പേഷ്യൻസിന് വേണ്ടി പെർഫോം ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഡയാലിസിസിൽ ഇവിടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡിന്റെ ഇംപ്യൂരിറ്റീസിനെ ഫിൽട്ടർ ചെയ്ത് കളയുന്നുമുണ്ട്, റിമൂവ് ചെയ്ത് കളയുന്നുമുണ്ട്. എന്തിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്? അവിടെ കിഡ്നി ഫങ്ഷൻ നടക്കുന്നില്ല അല്ലെ, കിഡ്നി പ്രവർത്തിക്കുന്നില്ല. അപ്പൊ എന്താണ്? ഒരു മെഷീന്റെ സഹായത്തോടു കൂടി കിഡ്നി എന്തൊക്കെ ഫങ്ഷൻസ് ആണോ ചെയ്തുകൊണ്ടിരുന്നത്, ആ ഫങ്ഷൻസ് എല്ലാം ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ആ പേഷ്യൻസിന് ചെയ്ത് നൽകുന്ന ആ ഒരു ചികിത്സയാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഡയാലിസിസ് എന്താന്ന്? അപ്പൊ നെക്സ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച്, എന്താണ് ഡയാലിസിസ്? നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു പോയിന്റിൽ നമുക്ക് എഴുതി വെക്കാം. ഡയാലിസിസ് ഒന്ന് ഹെഡിങ് കൊടുക്കാം. ഡയാലിസിസ് ഓക്കെ, അപ്പൊ എഴുതിക്കോ. is a treatment, dialysis is a treatment that filters, is a treatment
is a treatment that filters and purify. Dialysis is a treatment that filters and purify the blood. Using a machine. Dialysis is a treatment that filters and purify the blood using a machine. അല്ലെ, ഇവിടെ ഒരു മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത്. മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുകയും ഫിൽട്ടർ ചെയ്യുകയും പ്യൂരിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അതായത് കിഡ്നി ഫെയിലിയർ ആയിട്ടല്ലേ, കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു? കിഡ്നി എന്തൊക്കെ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടോ ആ സെയിം ഫംഗ്ഷൻസ് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നു. അതാണ് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ്. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ് ഡയാലിസിസ് സർവീസിൽ നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്താണ് പറയുന്നത് നോക്കി. ഇൻട്രൊഡക്ഷൻ: the kidneys are the organs that purify the blood by removing waste and excess fluid from your body. അല്ലെ, നമ്മുടെ ബോഡിയിൽ ആവശ്യമില്ലാത്ത എന്താണ് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഉണ്ടെങ്കിലോ എന്താ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിലോ അതിനെല്ലാം എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്തിട്ട് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു. അതാണ് കിഡ്നീസ് എന്ന് പറയുന്ന ഓർഗൻ ചെയ്യുന്ന പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് കിഡ്നീസ് ചെയ്യുന്നത്? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു. ശരി, ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത്? ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസും അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഒക്കെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്തതിന് ശേഷം ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നീസ് എന്ന് പറയുന്നത്. Then this waste is sent to the bladder. അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇങ്ങനെ വേസ്റ്റ് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്ന വേസ്റ്റുകൾ എവിടേക്കാണ് സെൻഡ് ചെയ്ത് വെക്കുന്നത്? എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്നത്? ബ്ലാഡർ അല്ലെ, യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്താണ്? മൂത്രസഞ്ചിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആൻഡ് ഫോർ എലിമിനേഷൻ വെൻ യൂറിനേറ്റ്. എപ്പോഴാണോ യൂറിനേഷൻ നടത്തുന്നത് അല്ലെ, ഏതാണ് മൂത്രവിസർജനം എപ്പോഴാണോ നടത്തുന്നത് ആ സമയത്ത് ഇത് എന്ത് ചെയ്യുന്നു? ബോഡിയിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. Okay, then dialysis is a kind of treatment that removes extra fluid and waste products from blood when the kidneys are not able to do. അല്ലെ, എന്താണ് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടുള്ള ചികിത്സയാണ്? അതായത് നോർമൽ ആയിട്ട് ഒരു പേഷ്യന്റിന്റെ ബോഡിയിൽ നോർമൽ ആയിട്ട് കിഡ്നീസിന് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ പറ്റാത്ത ഒരു കേസുകളിലാണ് നമ്മൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? നോർമൽ ആയിട്ട് അങ്ങനെ ഒരു കിഡ്നിക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോ എന്താണ് നമ്മുടെ ബോഡിയിലെ വേസ്റ്റുകൾ അതുപോലെ തന്നെ എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നുണ്ട്. Then dialysis was the first used effectively in 1940s. ഇനി ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ആദ്യമായിട്ട് എഫക്റ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് 1940s and became a standard treatment for kidney failure starting in 1970s. എന്നാൽ 1970s ആയപ്പോഴേക്കും ഇതെന്തൊരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയി മാറി. കിഡ്നി ഫെയിലിയറിന് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറിയത് ഏത് കാലഘട്ടത്തിലാണ്? 1970s ആയപ്പോഴാണ്. Okay, then following this millions of patients have been benefited by this treatment. അല്ലെ, നമുക്കറിയാം എന്താണ് ഒത്തിരി പേർക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് വഴി എന്താണ് മില്യൺസ് ഓഫ് പീപ്പിൾസിന് ഈ ഒരു ട്രീറ്റ്മെന്റ് വഴി ബെനിഫിഷ്യൽ ആണ്. എന്താണ് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ഈ ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാ പറഞ്ഞത്? കിഡ്നീസ് എന്ന് പറയുന്നതാണ് പ്രധാന ഓർഗൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ ആണ് കിഡ്നീസ് എന്ന് പറയുന്നത്. പ്യൂരിഫൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന വേസ്റ്റുകളും അതുപോലെ എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സും ഒക്കെ നമ്മുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന ബ്ലഡിൽ നിന്നും റിമൂവ് ചെയ്യുന്ന വേസ്റ്റും മറ്റു പ്രൊഡക്ട്സും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം യൂറിനേറ്റ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്ത് കളയുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്നു.
then ഡയാലിസിസ് എന്ന് പറയുന്നത് ഇതൊരു ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. അതായത് കിഡ്നീസിന് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വന്നാല് അവിടെ എന്താ ഇങ്ങനെ എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റിനെ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഏത് കാലഘട്ടമാണ്? 1940s ഇത് ഫസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഇതൊരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ്, കിഡ്നി ഫെയിലിയറിന് ആവശ്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു നിലവാരമുള്ള ഒരു ചികിത്സയായിട്ട് മാറിയത് 1970s കൂടിയാണ്. ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് വന്നതോടുകൂടി ഒത്തിരി മില്യൺസ് ഓഫ് പീപ്പിൾസിന് എന്താണ് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ട് ഈ ട്രീറ്റ്മെന്റ് മാറിയിരിക്കുന്നു. നെക്സ്റ്റ് നോക്കിയേ, ഡയാലിസിസ് ക്യാൻ ബി ഡൺ ഇൻ ഹോസ്പിറ്റൽ, എ ഡയാലിസിസ് സെന്റർ ഓർ അറ്റ് ഹോം. എവിടെയൊക്കെ ഡയാലിസിസ് ചെയ്യാം? നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിലോ ഡയാലിസിസ് സെന്റേഴ്സിൽ പോയി ചെയ്യാം, ആൻഡ് ഓൾസോ അറ്റ് ഹോം അല്ലെ, നമുക്ക് വീട്ടിലിരുന്നും ചെയ്യാൻ പറ്റും. അപ്പൊ 3 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഹോസ്പിറ്റലിൽ പോയി ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലിരുന്നും ചെയ്യാം. അത് എന്തിന്റെ ബേസിസിലാണ് അങ്ങനെ ചെയ്യുന്നത് നോക്കിയേ. ദ ഡോക്ടർ വിൽ ഡിറ്റർമൈൻ വിച്ച് ടൈപ്പ് ഓഫ് ഡയാലിസിസ് and the best place based on medical condition. ആ ഓരോ പേഷ്യന്റിനെയും മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഇവർക്ക് ഏത് സ്ഥലത്ത് വെച്ച് ഏത് ടൈപ്പ് ഡയാലിസിസ് ആയിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? ഡോക്ടറാണ്. അത് പേഷ്യന്റിന്റെ രോഗാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടാണ് എന്ത് ഹോസ്പിറ്റലിലാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡയാലിസിസ് സെന്ററിൽ പോയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. And the length of dialysis treatment relay body size, the amount of waste in the body and the present state of health. ഇനി എന്താണ് എത്ര നാൾ ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് തുടരണം? അതാണ് ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എത്ര പീരീഡ്, അല്ലെങ്കിൽ എത്ര സമയത്തോളം ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ട്രീറ്റ്മെന്റ് റിലേ ബോഡി സൈസ്, അതായത് ഓരോ പേഷ്യൻസിന്റെയും ബോഡി സൈസിനനുസരിച്ച് വ്യത്യാസം വരാം. ആൻഡ് ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, ബോഡിയിൽ എത്രത്തോളം വേസ്റ്റ് എമൗണ്ട് എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതിന്റെ ഒരു കേസ് എടുത്തിട്ടായിരിക്കാം. ആൻഡ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, അല്ലെ അവരുടെ ഇപ്പോ നിലവിലുള്ള അവരുടെ ആരോഗ്യം എത്രത്തോളം, അല്ലെങ്കിൽ ആരോഗ്യാവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും എത്ര നാൾ അവർ ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് തുടരണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ? ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിൽ ചെയ്യാം, ദെൻ ഡയാലിസിസ് സെന്റേഴ്സിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ വീടുകളിൽ ചെയ്യാം. 3 ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഈ 3ലും എവിടെയാണ് ചെയ്യേണ്ടത്, എവിടെ വെച്ച് ഏത് സ്ഥലത്ത് വെച്ചാണ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും. അത് എന്തിന്റെ ബേസിസിലാണ്? ആ രോഗിയുടെ രോഗാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് അതിനനുസരിച്ചായിരിക്കും എവിടെ വെച്ചായിരിക്കണം, ഏത് ടൈപ്പ് ഡയാലിസിസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡോക്ടർ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എത്ര നാളല്ലേ ലെങ്ത് ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ്. ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എത്ര നാൾ ഇവർ അത് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ എത്ര നാൾ ഇത് തുടരണം എന്നുള്ളത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ ബോഡി സൈസ് നോക്കിയിട്ടും, അതുപോലെ തന്നെ എത്രത്തോളം എമൗണ്ട് ഓഫ് വേസ്റ്റ് അവരുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ബേസിസും, പിന്നെ എന്താ അവരുടെ പ്രസന്റ് ആയിട്ടുള്ള ഇപ്പൊ അവരുടെ നിലവിലുള്ള അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും എത്ര നാൾ അവർ ഈ ഒരു ട്രീറ്റ്മെന്റ് തുടരണമെന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആയോ ഇൻട്രൊഡക്ഷൻ? നെക്സ്റ്റ് യൂസസ്, എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ? ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എവിടെ, അതിന്റെ ഉപയോഗം എവിടെയൊക്കെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് വരുന്നതെന്നാണ് നോക്കുന്നത്. 2 ഡിഫറെന്റ് സിറ്റുവേഷൻസിലായിട്ടാണ് ഡയാലിസിസ് നമുക്ക് പ്രയോജനകരമാകുന്നത്. 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ് ഉണ്ട്. ഫസ്റ്റ് എന്താ? ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ പേഷ്യൻസ് who have recently lost kidney functions. എന്താണ് അവർക്ക് അധികം എന്താണ് അടുത്തിടെ ആയിരിക്കും അവർക്ക് എന്താ കിഡ്നി ഫങ്ഷൻസ് നഷ്ടമായിട്ടുണ്ടാവുക. അങ്ങനെ എന്താണ് അതിനെ വിളിക്കുന്ന ഒരു പേരാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. ടേംസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ദ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ്. വളരെ അടുത്തിടെയാണ് അവർക്ക് എന്ത് കിഡ്നി ഫങ്ഷൻസ് അല്ലെങ്കിൽ കിഡ്നി നല്ല രീതിയിൽ പെർഫോം ചെയ്യാതെ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയറും എന്താണ് നെക്സ്റ്റ് വരുന്നത് ക്രോണിക് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. സെക്കൻഡ് യൂസ് എന്താ വരുന്നത്? ഫസ്റ്റ് യൂസ് നമ്മൾ പറഞ്ഞു അക്യൂട്ട് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന് എന്താണ് റീസെന്റ് ആയിരിക്കും അവരുടെ കിഡ്നി ഫങ്ഷൻസ് നഷ്ടമായിട്ടുണ്ടാവുക. വളരെ അടുത്ത സമയങ്ങളിലായിരിക്കും ഇങ്ങനെയുള്ള കിഡ്നി ഫങ്ഷൻസ് നഷ്ടമായിട്ടുണ്ടാവുക. എന്നാൽ ക്രോണിക് ആയിട്ടുള്ള നെക്സ്റ്റ് ആണ് ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്നുകൂടി മറ്റൊരു പേര് കൂടിയുണ്ട് കേട്ടോ. യൂസ്ഡ് ഫോർ പേഷ്യൻസ് who have
പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ്. മറ്റേത് എന്തായിരുന്നു? റീസെന്റ് ലോസ്റ്റ് ആയിട്ടുള്ള കിഡ്നി ഫങ്ഷൻസ് ആയിരുന്നു. എന്നാൽ ക്രോണിക് എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോൾ അവിടെ എന്താണ്? പെർമനന്റ്ലി, സ്ഥിരമായിട്ട് അവരുടെ കിഡ്നി ഫങ്ഷൻസ് അവർക്ക് നഷ്ടമായിരിക്കുന്നു. കിഡ്നി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നു. ഇനി ഇങ്ങനെ ഈ രണ്ട് കണ്ടീഷൻ അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻസിനാണ് പ്രധാനമായിട്ടും ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? രണ്ടെണ്ണം. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അതായത് ഇപ്പൊ നമ്മൾ രണ്ട് യൂസസ് പറഞ്ഞില്ലേ, അതായത് എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയറിന്റെ കേസും പറഞ്ഞു, ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറിന്റെ കേസും പറഞ്ഞു അല്ലെ. അപ്പൊ അത് രണ്ടും ഒന്ന് എക്സ്പാൻഡ് ചെയ്താണ് താഴെ തന്നിരിക്കുന്നത്. നോക്കി, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അത് തന്നെയാണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ മറ്റൊരു പേരാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താണ് നോക്കിയത്? ക്രോണിക് ആയിരുന്നു അല്ലെ. ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ അത് തന്നെയാണ് ഇവിടെ കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. കണ്ടോ, രണ്ടെണ്ണവും സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ മാറിപ്പോവാതെ നോക്കണം കേട്ടോ. അപ്പൊ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ അതിനെ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് കൂടി പറയാം. ഇനി ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ആക്കി എന്ത് വിളിക്കാം? ഷോർട്ട് ഫോംസും എക്സ്പാൻഡ് ഫോംസും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണേ. AKI എന്ന് വിളിക്കാം അല്ലെ. അക്യൂട്ട് എന്താണ്? കിഡ്നി ഇഞ്ചുറി എന്ന് വിളിക്കാം. ഓക്കെ, ഇറ്റ്സ് എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ് അല്ലെ. പെട്ടെന്നുണ്ടാവുന്ന കാര്യമാണ് അല്ലെ. പെട്ടെന്നുണ്ടാവുന്ന കിഡ്നി ഫെയിലിയറോ അല്ലെങ്കിൽ കിഡ്നി ഡാമേജുകളോ ആണ് അക്യൂട്ട് കിഡ്നി ഡാമേജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ചിന്തിച്ചൂടെ? പെട്ടെന്നുണ്ടാവുന്ന എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിന്റെ റീസൺസ് വരാ? പെട്ടെന്നുണ്ടാവുന്ന കിഡ്നി ഫെയിലിയേഴ്സ് എന്തൊക്കെയായിരിക്കും? എങ്ങനെയായിരിക്കും പെട്ടെന്നുണ്ടാവുന്ന കിഡ്നി ഫെയിലിയർ എങ്ങനെയായിരിക്കും വരുന്നത്? ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞു, എന്താണ്? പെട്ടെന്നുണ്ടാകുന്ന ഓവർ ആയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ എന്താണ് അതുപോലെയുള്ള മറ്റ് കീമോതെറാപ്പികളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് എന്താ? കിഡ്നി ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ നഷ്ടമായിട്ട് വരാം. ഇനി മറ്റൊരു കേസ് എന്താണ്? അതെ, ഡയബറ്റിക്സ് വരില്ല കേട്ടോ. ഡയബറ്റിക്സ് നമ്മുടെ നെക്സ്റ്റ് ക്രോണിക്കിലാ വരുന്നത്. കാരണം എന്താ? ഡയബറ്റിക്സ് തുടങ്ങി ഉടനെ തന്നെ അവർക്ക് കിഡ്നി ഫെയിലിയർ വരുമോ? ഇല്ല. അവർക്ക് എന്താണ്? കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടല്ലേ അവർക്കൊരു അതെ കെരാറ്റിൻ കൂടുമ്പോ ക്രിയാറ്റിൻ കൂടുമ്പോ ഒക്കെ ഉണ്ട്. ഓക്കെ, ഓൾറെഡി ദെൻ അതുണ്ട് ഓൾറെഡി. ഇനി അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് സം മെഡിസിൻ ഓർ എനി ട്രീറ്റ്മെന്റ്. അതെ, എന്താണ്? മെഡിസിനോ അല്ലെങ്കിൽ ഏതൊരു ട്രീറ്റ്മെന്റിന്റെ ഒക്കെ സൈഡ് എഫക്ട്സ് ആയിട്ട് നമുക്ക് കിഡ്നി ഫെയിലിയേഴ്സ് വരാറുണ്ട് അല്ലെ. അത് പെട്ടെന്നല്ലേ വരുന്നത്. അതായത് കാലങ്ങളോളം എന്താണ്? ഇപ്പൊ പ്രമേഹത്തിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കാലങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതേസമയം എന്തെങ്കിലും ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ എല്ലാ കീമോതെറാപ്പികളോ ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സുകൾ പെട്ടെന്ന് ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ പാമ്പ് കടിയേറ്റത് സ്നേക്ക് ബൈറ്റ്സ് ഉണ്ടായി കഴിഞ്ഞാല് എന്താണ്? ചില പേഷ്യൻസിന് പെട്ടെന്ന് അവർക്ക് എന്താണ്? കിഡ്നി സ്തംഭനം ഉണ്ടാവാറുണ്ട്. ഓക്കെ, അവരുടെ കിഡ്നി ഫെയിലിയർ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എലിപ്പനി, ഡെങ്കിപ്പനി പോലെയുള്ള രോഗങ്ങൾ മൂർച്ഛിച്ചാലും ചിലവർക്ക് എന്തുണ്ടാവാറുണ്ട്? കിഡ്നി ഫെയിലിയേഴ്സ് വരാറുണ്ട്. അത് അക്യൂട്ട് ആണ്, എന്താണ്? പെട്ടെന്നുണ്ടാകുന്നതാണ് അല്ലെ. അല്ലാതെ കുറെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ വിട്ടുമാറാതെ ഇരുന്നിട്ട് ഉണ്ടായതൊന്നും അല്ല. പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ വേറെ എന്താണ്? വേറെ എങ്ങനെയാണ്? ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെ. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടും ഇങ്ങനെയുള്ള കിഡ്നി ഫെയിലിയേഴ്സ് പെട്ടെന്ന് അക്യൂട്ട് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയേഴ്സ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഏതെങ്കിലും വൈറസിന്റെ ഒക്കെ ഇൻഫെക്ഷൻസ് അല്ലെ, ഇൻഫെക്ഷൻസോ ഇൻഫ്ലമേഷൻസോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അതുവഴിയും അക്യൂട്ട് കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളത് പെട്ടെന്നുണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞു അല്ലെ. പെട്ടെന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒന്നില്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ എന്താ കുറച്ച് ഡേയ്സ് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ടോ ആയിരിക്കും ഇത് സംഭവിക്കുന്നത്. നോക്കിയേ, ദാറ്റ് ഹാപ്പൻസ് വിത്തിൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ് അല്ലെ. ഇങ്ങനെയുള്ള അക്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു കിഡ്നി ഫെയിലിയർ എങ്ങനെ കുറെ വർഷങ്ങൾ എടുത്താണോ അത് ഉണ്ടാവുന്നത്? അല്ല, പെട്ടെന്ന് സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ ഇത് സംഭവിക്കുന്നത്? ഒന്നില്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ ആയിരിക്കും ഇങ്ങനെയുള്ള കിഡ്നി ഫെയിലിയേഴ്സ് സംഭവിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, AKI അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഈസ് നോർമലി ട്രീറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ സെറ്റിംഗ് വിത്ത് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് ഗിവൺ ത്രൂ ദ വെയിൻ. ഇനി ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു അക്യൂട്ട് ആയിട്ടുള്ള ഒരു കിഡ്നി ഇഞ്ചുറി അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള കേസുകളൊന്നും ഇല്ലാത്ത ഒരു പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യം കൊടുക്കുന്ന ട്രീറ്റ്മെന്റിൽ ഉൾപ്പെടുന്നതാണ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ്. അല്ലെങ്കിൽ എന്താണ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ? ഗിവൺ ത്രൂ ദ വെയിൻസ്, വെയിൻസിലൂടെ നൽകുന്ന
ഫ്ലൂയിഡ്സ്, വെയിൻസിനുള്ളിൽ, അതാണ് ഇൻട്രാ എന്ന് പറയുന്നത്. വെയിൻസിനുള്ളിൽ കൂടെ നമ്മൾ നൽകുന്ന ഫ്ലൂയിഡ്സ് ആണ് കേട്ടോ. വെയിൻസിനുള്ളിൽ കൂടെ നൽകുന്നത്. അത് നമ്മൾ ഡ്രിപ്പുകളൊക്കെ കൊടുക്കാറില്ലേ? നമ്മൾ ഡ്രിപ്സ് ഇടുമ്പോ എങ്ങനെയാ? വെയിൻസിൽ നീഡിൽസ് എന്താണ്, വെയിൻസിലോട്ട് നീഡിൽസ് കയറ്റി അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഡ്രിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെയുള്ള ഫ്ലൂയിഡ്സുകളായിട്ട് ഈ മെഡിസിൻസ് ആദ്യം ഇവർക്ക് എന്ത് ചെയ്യും? ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യും? വെയിൻസിലൂടെയുള്ള ഫ്ലൂയിഡ്സ് ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നു? മെഡിസിൻസ് കൊടുക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ ആദ്യം ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കും. ഇനി അങ്ങനത്തെ ആ ഒരു ട്രീറ്റ്മെന്റിൽ ഭേദമാകുകയാണെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റ് തന്നെ അവർ ഫോളോ ചെയ്യും. എന്നാൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കേസ് വരികയാണെങ്കിൽ അവിടെ എന്താണ് ചെയ്യുന്നത്? ഡയാലിസിസ് മേ ഓൾസോ ബി നെസസറി ഫോർ എ ഷോർട്ട് ടൈം ടിൽ ദ കിഡ്നീസ് ഗെറ്റ് ബെറ്റർ. എന്താണ്, ഒരു നോർമൽ അല്ലെങ്കിൽ വളരെ സീരിയസ് ഒന്നും അല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ വെയിൻസിലൂടെ എന്ത് ചെയ്യാം? മെഡിസിൻസ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ട്രീറ്റ്മെന്റുകൾ ചെയ്യാം. ഇനി ഇൻ കേസ് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കേസ് അത് കണ്ടീഷനിലോട്ട് ആവുകയാണെങ്കിൽ അവിടെ എന്ത് തന്നെ ചെയ്യേണ്ടി വരും? ഡയാലിസിസ് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അത് എത്രത്തോളം നാള് നിൽക്കണം? വളരെ ഷോർട്ട് ടൈം മതി, അല്ലെ? വളരെ കുറഞ്ഞ കാലയളവിൽ ചെയ്താൽ മതി. എപ്പോഴാണോ അവരുടെ കിഡ്നി ബെറ്റർ കണ്ടീഷനിലോട്ട് തിരിച്ചെത്തുന്നത്, നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് മാറ്റം അല്ലെങ്കിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവന്ന് എത്രത്തോളം നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാനാവുന്നുണ്ടോ ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡയാലിസിസ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിൽ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ ഇതൊരു പെട്ടെന്നുണ്ടാവുന്നതാണ്, ഒരു സഡൻ ആയിട്ടുള്ള കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആണ്. then എന്താ, ഇത് ഒരു ഫ്യൂ അവേഴ്സിലോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ ആയിരിക്കും എന്ത് സംഭവിക്കുന്നത്, അല്ലെ? കിഡ്നി ഡാമേജ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാവുന്നത് കുറച്ച് മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ ആയിരിക്കും. ഇനി ഇതെന്താ, നോർമലി നമുക്ക് എന്ത് ചെയ്യാം? നോർമലി ട്രീറ്റഡ് ഇൻ എ hospital setting with intravenous fluids. എന്താണ് ഇൻട്രാവീനസ് ഫ്ലൂയിഡ്? ഗിവൻ ത്രൂ ദ വെയിൻസ്. വെയിൻസിലൂടെ നൽകുന്ന ഫ്ലൂയിഡ്സ്. അവിടെ എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ്സ് ആയിട്ട് വെയിൻസിലൂടെ ഫ്ലൂയിഡ്സിന്റെ രൂപത്തിലുള്ള മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് ആദ്യം അവിടെ ട്രീറ്റ്മെന്റുകൾ നടത്തും. ഇനി രണ്ടാമത് ഇതൊരു ക്രിട്ടിക്കൽ കേസ് ആവുകയാണെങ്കിൽ അവിടെ എന്ത് തന്നെ ചെയ്തിരിക്കണം? ഡയാലിസിസ് തന്നെ ഈ പേഷ്യൻസിന് കൊടുത്തിരിക്കണം. അതെങ്ങനെയാണ്? ഒരു ഷോർട്ട് ടൈമിൽ കൊടുത്താൽ മതി. എന്താണ്, അവര് കിഡ്നീസ്, അവരുടെ ആ ഒരു കിഡ്നീസ് നോർമൽ ആയിട്ട് എന്ന് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്തു തുടങ്ങുന്നു അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് അവർ വേഗം ബെറ്റർ ആവുന്നു അതിനനുസരിച്ച് അവരുടെ ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് നമുക്ക് അവസാനിപ്പിക്കാം. ക്ലിയർ ആയോ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ആണ് കിഡ്നി ഫെയിലിയർ. കിഡ്നി ഫെയിലിയർ എന്താണ് നമ്മൾ പറഞ്ഞേ? ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ തന്നെയാണ് കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അവിടെ എങ്ങനെയാണ്? പേഷ്യൻസ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് കിഡ്നി ഫങ്ഷൻസ് ആണ്, അല്ലെ? അവർക്ക് എന്താണ്? സ്ഥിരമായിട്ട് അവരുടെ കിഡ്നി ഫങ്ഷൻസ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയി പോയിരിക്കുന്നു, അല്ലെ? അവരുടെ ആ ഒരു പ്രവർത്തനം നഷ്ടമായിരിക്കുന്നു. അപ്പൊ അവിടെ എന്താണ് കിഡ്നി ഫെയിലിയർ? ആസ് പെർ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ അനുസരിച്ച് ഈ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ ഹാപ്പൻസ് വെൻ ദ kidneys are functioning at only 10 to 15% of their normal functions. ഇപ്പൊ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കിഡ്നിയുടെ ഫംഗ്ഷൻ ഒരു 100% എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഴ്സൺസിന് എത്ര പെർസെന്റേജ് മാത്രമേ അവരുടെ കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ? 10 to 15% മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ? ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കിഡ്നി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 100% ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർ അതിന്റെ 10 to 15% മാത്രമേ അവിടെ ഫംഗ്ഷൻസ് നടക്കുന്നുള്ളൂ. Then at this stage the kidneys will not be able to keep you alive without extra help, അല്ലെ? അപ്പൊ കിഡ്നി ഫെയിലിയർ സംഭവിച്ചവർക്കാണെങ്കിൽ എന്താണ്? അവരുടെ പെർമനന്റ് ആയിട്ട് അവർക്ക് നഷ്ടമായി പോയി, അവരുടെ ഫംഗ്ഷൻസ് ചെയ്യുന്ന ഒരു കഴിവ് നഷ്ടമായില്ലേ? അപ്പൊ അവിടെ എന്താ പ്രശ്നം? അവർക്ക് അങ്ങനെയാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുക. അതിന് അവർക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഹെൽപ്പ് ആവശ്യമായിട്ട് വരും. ആ എക്സ്ട്രാ ഹെൽപ്പ് ആണ് എന്ന് പറയുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടല്ലോ, ഏത് ട്രീറ്റ്മെന്റ് ആണ് എക്സ്ട്രാ ഹെൽപ്പ് ആയിട്ട് കൊടുക്കുന്നത്? ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ്, അല്ലെ? Then with kidney failure, dialysis is only able to do some of the work of healthy kidneys, but it is no cure for kidney disease, അല്ലെ? നമുക്ക് എന്താണ് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? കിഡ്നിയുടെ നോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി പെർഫോം ചെയ്യുന്ന കുറെ ഫംഗ്ഷൻസ് നമുക്ക് ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. എന്നാൽ ഈ ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് ക്യൂർ ആണോ? കിഡ്നി ഡിസീസിനെ നല്ല രീതിയിൽ പൂർണ്ണമായിട്ടും ക്യൂർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണോ? അത് പൂർണ്ണമായിട്ടും രോഗമുക്തി അല്ലെങ്കിൽ രോഗശമനം കിട്ടുമോ? ഡയാലിസിസ് ചെയ്താല് കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞേ. പൂർണ്ണമായിട്ടും നമുക്ക് അതിൽ നിന്നൊരു രോഗമുക്തി കിട്ടുമോ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ട്?
ഇല്ല. യെസ്, വെരി ഗുഡ്. ഇല്ല അല്ലെ? അതെന്താണ്? ഒരു പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു രോഗശമനം കിട്ടില്ല. എന്താണ് അത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വിത്ത് ESKD. ESKD എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ESKD എന്താണെന്ന് നോക്കി വെക്കണോട്ടെ, നമ്മൾ ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടില്ല അല്ലെ. ESKD എന്ന് പറഞ്ഞാൽ എന്താ? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. ഓക്കെ, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. ഇത് അങ്ങനെ തന്നെ കാണാതെ പഠിച്ചു വെച്ചേക്കാട്ടാ. അപ്പൊ അതിന്റെ മറ്റൊരു പേരുകളാണ് എന്താണ്? ക്രോണിക് ക്രോണിക് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ എന്നൊക്കെ ചോദിച്ചാലും ഏത് തന്നെയാണ്? ഈ കിഡ്നി ഫെയിലിയറിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ESKD അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിന് വിൽ റിക്വയർ ഡയാലിസിസ് അല്ലെ. അവർക്ക് ഡയാലിസിസ് ആവശ്യമായിട്ട് വരും. എത്ര നാൾ ആവശ്യമായിട്ട് വരും? ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് അല്ലെ. അവരുടെ ആ ഒരു ജീവിതാവസാനം വരെ. രണ്ട് ഓപ്ഷൻസ് ആണ് അവരുടെ മുന്നിലുള്ളത്. ഇങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ കിഡ്നിയുടെ ഫംഗ്ഷൻസ് നഷ്ടമായി പോയി കഴിഞ്ഞാൽ അവർക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം? അവരുടെ ജീവിത അവസാനം വരെ അവർ എന്ത് ചെയ്യേണ്ടി വരും? ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിലോ മറ്റൊരു ഓപ്ഷൻ ഏതാണ്? ഓർ until he or she is able to get a kidney transplant ചെയ്യണം അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ എന്താണ്? അവിടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിരിക്കണം. രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരവരുടെ ജീവിതകാലം മുഴുവനും അവിടെ എന്ത് ചെയ്യണം? ഡയാലിസിസുകൾ ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാലേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ? അവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. രണ്ട് ഓപ്ഷൻസ് ആണ് അവരുടെ മുന്നിലുള്ളത്. പക്ഷെ അക്യൂട്ട് കിഡ്നി ഡിസീസിന്റെ ഇഞ്ചുറിയുടെ ഒരു കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അവിടെ ഇങ്ങനെയുള്ള ഡയാലിസിസ് അവിടെ കാലങ്ങളോളം അല്ലെങ്കിൽ അവരുടെ ജീവിതാവസാനം വരെ അവർ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ അവിടെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന്റെ ഒക്കെ ആവശ്യമായി വരുന്നുണ്ടോ? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിൽ വരുന്നുണ്ടോ? ഇല്ല. യെസ്, വരുന്നില്ല. കാരണം എന്താണ്? അവര് എന്താണ് എത്രത്തോളം ബെറ്റർ ആയിട്ട് അവരുടെ കിഡ്നി എത്ര ബെറ്റർ ആയിട്ട് വേഗം എത്ര ദിവസത്തിനുള്ളിൽ ബെറ്റർ ആവുന്നോ ആ ദിവസം കഴിയുമ്പോൾ അവർക്ക് ആ ഒരു ട്രീറ്റ്മെന്റിന് ആവശ്യം വരുന്നില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷൻ ആണെങ്കിൽ പോലും അവിടെ എന്താണ്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റുകൾ കിട്ടിയാൽ അവർ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. എന്നാൽ ക്രോണിക്കിന്റെ കേസിൽ വരുമ്പോൾ എന്താണ്? ഇതൊരു വിട്ടുമാറാത്ത രോഗമാണ് അല്ലെ. അവിടെ എന്താണ്? പെർമനന്റ് ആയിട്ട് അവർക്ക് നഷ്ടമായി, അവരുടെ ആ ഒരു കിഡ്നി ഫങ്ഷൻസ് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ? ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഹെൽപ്പ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് മാത്രമാണ്. മറിച്ച് അതെന്താ? പൂർണ്ണമായിട്ടും ഒരു രോഗശമനം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ? അവർക്ക് അവരുടെ ജീവിതാവസാനം വരെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ വേഗം ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയും കിഡ്നി ഫെയിലിയറും ഒന്ന് വേഗം വായിച്ചു നോക്കി. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആൻഡ് കിഡ്നി ഫെയിലിയർ. ആ യൂസസിനോട് ചേർന്ന് തന്നെ പഠിച്ചു പോവാട്ടോ. ആ യൂസസ് രണ്ടും പറയുന്നത് ഇതിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഫസ്റ്റ് പോയിന്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. എന്താണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനിൽ എഴുതാം. എന്താണ്? സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ് എന്നും എഴുതാം. അതുപോലെ തന്നെ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി യൂസ്ഡ് കിഡ്നി ഫങ്ഷൻസ് എഴുതിയാലും സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹൗ ഇറ്റ് വർക്ക്സ്. അതായത് ഇപ്പൊ ഡയാലിസിസ് ആണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഷോർട്ട് നോട്ട്സ് വേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആകെ കുറച്ച് നോട്ട്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ അല്ലെ. വളരെ ഷോർട്ട് ആയിട്ട് തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനിയും ഇതിന് ഷോർട്ട് ആക്കാനില്ല കേട്ടോ. അപ്പൊ ഇത് തന്നെ പഠിച്ചിരിക്കുക. അതെന്താണ്? മനസ്സിലാക്കി പഠിക്കുക എന്ന് മാത്രം. നിങ്ങൾ ആ രണ്ട് തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ ഒരിക്കലും മറന്നു പോവില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഹൗ ഇറ്റ്സ് വർക്ക്സ്. എങ്ങനെയാണ് ഇവിടെ ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് എന്തുമായി ബന്ധപ്പെട്ടാണ്? കിഡ്നി ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി നോർമൽ ആയിട്ട് എന്തൊക്കെ ഫങ്ഷൻസ് ചെയ്തിരുന്നോ ആ ഫങ്ഷൻസ് ഒക്കെ ആരുടെ സഹായത്തോടു കൂടി ചെയ്യും? ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുകയും ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഡയാലിസിസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ നോർമൽ ആയിട്ട് നമ്മുടെ കിഡ്നീസ് കുറെ
അധികം ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡയാലിസിസ് ഡിസ്ചാർജസ്. എന്താണ് ഡിസ്ചാർജസ് എന്ന് പറയുന്നത്? ഡിസ്ചാർജ് പെർഫോം ചെയ്യുക. ഇവിടെ മീനിങ് വരുന്നത് പെർഫോം ചെയ്യുക എന്നാണ് കേട്ടോ. ഡയാലിസിസ് ഡിസ്ചാർജസ് സം ഓഫ് ദ ഡ്യൂട്ടീസ് ദാറ്റ് കിഡ്നി നോർമലി ഡസ് ടു കീപ് യുവർ ബോഡി ഇൻ ബാലൻസ് സച്ച് ആസ്. എന്താണ് ഡയാലിസിസ്? എന്ത് ഡ്യൂട്ടീസ് ആണ് പെർഫോം ചെയ്യുന്നത്? നോർമൽ ആയിട്ട് നമ്മുടെ കിഡ്നീസ് നമ്മുടെ ബോഡിയുടെ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഫങ്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്തിരുന്നോ ആ ഡ്യൂട്ടീസ് ഒക്കെ ആര് ചെയ്യുന്നുണ്ട്? ഡയാലിസിസ് ചെയ്യുമ്പോൾ ആ ഒരു മെഷീന്റെ സഹായത്തോട് കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കിഡ്നീസ് 3 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ ബോഡി ബാലൻസിന് ആവശ്യമായിട്ടുള്ള 3 പ്രധാന ഡ്യൂട്ടീസ് ചെയ്തിരുന്നു. അവ ഏതാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, properly functioning kidneys prevent extra water, waste and other impurities from pile എന്നാണ് കേട്ടോ അവിടെ, ഫ്രം പൈൽ, PILE എന്നാണ്, PILE, പൈലിംഗ് അല്ല, PILE, pile up in the body. എന്താണ്? പ്രോപ്പർലി ഫങ്ഷനിങ് കിഡ്നീസ് അല്ലെ, വളരെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന കിഡ്നീസ് ആണെങ്കിൽ അവരെങ്ങനെയായിരിക്കും, അവരെന്തിനെ പ്രിവെന്റ് ചെയ്യും, എന്തിനെ തടയുന്നത്? എക്സ്ട്രാ വാട്ടറോ അല്ലെങ്കിൽ വേസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റ് ഇമ്പ്യൂരിറ്റീസോ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടുകയാണെങ്കിൽ അതിനെ തടയുന്നു. തടയുന്നത് ആരാണ്? കിഡ്നീസ്. അപ്പൊ ആദ്യത്തെ ഫങ്ഷൻ എന്താണ് പറഞ്ഞത്? കിഡ്നി നമ്മുടെ ബോഡി ബാലൻസിന് വേണ്ടി ചെയ്യുന്നത് എന്താണ്? പൈൽ എന്ന് പറഞ്ഞാൽ, പൈലപ്പ് എന്ന് പറഞ്ഞാൽ അടിഞ്ഞു കൂടുക എന്നാണ് കേട്ടോ. അടിഞ്ഞു കൂടുക. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന എക്സ്ട്രാ വാട്ടർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സ്ട്രാ വേസ്റ്റുകൾ ഉണ്ടെങ്കിലോ മറ്റ് ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അടിഞ്ഞു കൂടാതെങ്കിൽ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ തടയുന്നത് ആരാണ്? കിഡ്നീസ് ആണ്. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്ന ഒരു കിഡ്നി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസോ വാട്ടറോ വേസ്റ്റോ ഒന്നും നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടാനായിട്ട് ആര് സമ്മതിക്കില്ല? കിഡ്നീസ്. അതിന് തടയിടുന്നു. നെക്സ്റ്റ് എന്താ? they also help to control blood pressure. എന്താണ്? രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. and control the levels of chemical elements in the blood. എന്താണ്? ഒന്നാമതായി പറഞ്ഞ എന്താ? കെമിക്കൽ എന്താണ്? കൺട്രോൾ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. രണ്ടാമത് എന്താ പറഞ്ഞ? ലെവൽസ് ഓഫ് കെമിക്കൽ എലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സ് ഏതൊക്കെയാണ്? കെമിക്കൽ എലമെന്റ്സ് പ്രധാനമായിട്ടും പറയുന്നത് ദീസ് എലമെന്റ്സ് മേ ബി സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഏതൊക്കെയാണ് കെമിക്കൽ എലമെന്റ്സ് ബ്ലഡിലുള്ളത്? സോഡിയം ആൻഡ് പൊട്ടാസ്യം. അപ്പൊ സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ഒക്കെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത്. 2 ഫങ്ഷൻസ് പഠിച്ചില്ലേ? എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് ഫങ്ഷൻ പറഞ്ഞത്? കിഡ്നീസ് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന അടിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ വാട്ടറോ എക്സ്ട്രാ വാട്ടറോ അല്ലെങ്കിൽ വേസ്റ്റസോ അല്ലെങ്കിൽ മറ്റ് ഇമ്പ്യൂരിറ്റീസോ ഒക്കെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്നതിനെ തടയുന്നു. രണ്ടാമത് എന്താ പറഞ്ഞത്? ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സ് ആയിട്ടുള്ള സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവൽസിനെയും കൺട്രോൾ ചെയ്യുന്നു. തേർഡ് എന്താ? കിഡ്നീസ് ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റമിൻ ഡി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. എന്താണ്? കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അവിടെ ആക്ടിവേറ്റ് ആയിരിക്കണം? വിറ്റാമിൻ ഡിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അപ്പൊ വിറ്റാമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും അതുവഴി കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം വളരെ പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ഫംഗ്ഷൻ കിട്ടിയോ? കിഡ്നി എന്ന് പറഞ്ഞാൽ ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നു? വിറ്റാമിൻ ഡി അതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം, കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തേർഡ് പോയിന്റ് നോക്കിയേ, ഫോർത്ത് പോയിന്റ് നോക്കിയേ, when kidneys are unable to perform these functions, ഈ പറഞ്ഞിരിക്കുന്ന 3 ഫംഗ്ഷൻസും നോർമൽ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കിഡ്നീസിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ഇനി ഇങ്ങനെയുള്ള 3 ഫംഗ്ഷൻസ്, ഈ 3 ഫംഗ്ഷൻസും ഒരു കിഡ്നിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഈ ഫംഗ്ഷൻസ് കിഡ്നിക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഡ്യൂ ടു ഡിസീസ്, എന്തൊക്കെ കണ്ടീഷൻ കൊണ്ടായിരിക്കും സാധിക്കാത്തത്? എന്തെങ്കിലും രോഗാവസ്ഥയുമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കിഡ്നിക്ക് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റാതെ വന്നാൽ ഇറ്റ് ഈസ് ഡയാലിസിസ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ദ ബോഡി റൺ ആസ് നോർമലി ആസ് പോസിബിൾ. അല്ലെ, അവിടെ നമുക്കുള്ള ഒരു പോസിബിലിറ്റി എന്താണ്? ഡയാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ്? നോർമൽ ആയിട്ട് നമ്മുടെ ബോഡി കിഡ്നി പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്തിരുന്ന ആ ഒരു സന്ദർഭത്തിൽ
നേരത്തെ പോലെ തന്നെ ഇപ്പോഴും പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ നോർമൽ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ നമുക്കൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് വിത്തൗട്ട് ഡയാലിസിസ്, ഇനി ഡയാലിസിസ് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിയേ. സാൾട്സ് ആൻഡ് അതർ വേസ്റ്റ് പ്രൊഡക്ട്സ്, ലവണങ്ങളും മറ്റ് വേസ്റ്റ് പ്രൊഡക്ട്സും വിൽ പൈൽ അപ്പ് ഇൻ ദ ബ്ലഡ്. എന്താണ്? ബ്ലഡിൽ അടിഞ്ഞു കൂടുകയും പോയിസൺ ദ ബോഡി ആൻഡ് ഡാമേജ് അതർ ഓർഗൻസ്. എന്താണ്? നമ്മുടെ ബോഡിയെ പോയിസൺ അല്ലെങ്കിൽ ദോഷകരമായിട്ട് ബാധിക്കുകയും മറ്റ് ഓർഗൻസിനെ, കിഡ്നി മാത്രമല്ല മറ്റ് നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസിനെയും ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പൊ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേ? ഇനി കിഡ്നീസിന് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അവിടെ എന്താ, ചിലപ്പോൾ എന്തുകൊണ്ടൊക്കെ ആയിരിക്കും പറ്റാത്തത്? എന്തെങ്കിലും രോഗാവസ്ഥയോ അല്ലെങ്കിൽ ഇഞ്ചുറീസോ ഒക്കെ കാരണം ഇങ്ങനെയുള്ള ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ കേസുകൾ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയാലിസിസ് ആണ് അവിടെ ഒരു നോർമൽ ആയിട്ട് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ചെയ്തു പോവാനായിട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഡയാലിസിസ് ആണ്. ഇനി ഡയാലിസിസ് ഇങ്ങനെയുള്ള കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് ചെയ്തില്ല എങ്കിൽ സാൾട്സ് ആൻഡ് അതർ വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡിൽ അടിഞ്ഞു കൂടുകയും എന്താണ്, നമ്മുടെ ബോഡി അത് പോയിസണസ് ആവുകയും മറ്റ് ഓർഗൻസിനെ അത് ഡാമേജ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് ഉടനെ തന്നെ നമ്മൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വേസ്റ്റിന്റെ അക്യുമുലേഷൻ നമ്മുടെ ബോഡിയിൽ കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഹൗ ഇറ്റ്സ് വർക്സിൽ? പ്രധാനമായിട്ടും 4 പോയിന്റ്സ് പറഞ്ഞു. അതിൽ ആദ്യത്തെ 3 പോയിന്റ്സ് നമ്മുടെ നോർമൽ ആയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻസ് ചെയ്യുന്ന കിഡ്നീസ് നമ്മുടെ ബോഡിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ബോഡി ബാലൻസിന് വേണ്ടി ചെയ്യുന്ന 3 ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ഒന്നാമത് എന്താ പറഞ്ഞത്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ ചെയ്യുന്ന കിഡ്നി ആണെങ്കിൽ അത് അവരുടെ നമ്മുടെ ബോഡിയിൽ എന്താ അടിഞ്ഞു കൂടുന്ന എന്താണ് എക്സ്ട്രാ വാട്ടറുകളോ അല്ലെങ്കിൽ വേസ്റ്റുകളോ മറ്റ് ഇമ്പ്യൂരിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തതായിട്ടുള്ള എന്ത് കാര്യങ്ങള് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടിയാലും എന്താണ് അതിനെ തടയാനായിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്? കിഡ്നീസ് അതിനെ തടയിടുന്നുണ്ട്. രണ്ടാമത്തേത് എന്താണ് പറഞ്ഞത്? ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ സോഡിയം, നമ്മുടെ ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സ് ആയിട്ടുള്ള സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ലെവലിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞത്? വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് വഴി എന്താണ് കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം എന്താണ് വർദ്ധിപ്പിക്കുന്നു. ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒന്നും പ്രോപ്പർ ആയിട്ട് ഒരു കിഡ്നിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയാലിസിസ് ആണ് അല്ലെ. ഡയാലിസിസിലൂടെ നമുക്ക് ഈ ഒരു ഫങ്ഷൻസ് ഒക്കെ എന്താ ഒരു പേഷ്യന്റിന് വേണ്ടി പെർഫോം ചെയ്ത് ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നു. ആൻഡ് വിത്തൗട്ട് ഡയാലിസിസ് ചെയ്തില്ല എങ്കിൽ അവിടെ എന്ത് പറ്റും? നമ്മുടെ ബോഡിയിൽ ഇങ്ങനെയുള്ള വേസ്റ്റ് പ്രൊഡക്ട്സും മറ്റ് സോൾസും ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അടിഞ്ഞു കൂടുകയും അതെന്താണ് നമ്മുടെ ബോഡിക്ക് പോയിസണസ് ആവുകയും മറ്റു ഓർഗൻസിനെ കൂടി ഡാമേജ് വരുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എന്താണ് പേഷ്യൻസ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു? ഡയാലിസിസ് ഉടനെ തന്നെ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കി ഇന്നെടുത്ത പോർഷൻസിന് എന്തെങ്കിലും ഉണ്ടോന്ന് ഡൗട്ട്സ്? വേഗം ഒന്ന് വായിച്ചു നോക്കി. നമ്മൾ എന്താണ് ഡയാലിസിസ് സർവീസസ്? പൈലപ്പ് എന്ന് പറഞ്ഞാൽ അടിഞ്ഞു കൂടുക അല്ലെങ്കിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള എന്നുള്ള വേർഡ് മീനിങ് ആണ് കേട്ടോ. പൈലം അടിഞ്ഞു കൂടിയിട്ടുള്ള അല്ലെങ്കിൽ അടിഞ്ഞു കൂടുക. ഇൻട്രൊഡക്ഷനും യൂസസും ഒക്കെ ഒന്ന് വേഗം വായിച്ചു നോക്കി. ഡൗട്ട്സുകൾ ഉണ്ടോന്ന്? വളരെ സിമ്പിൾ ആയി ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഭാഗം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ ഇനി വരുന്ന പോർഷൻസ് കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും എന്താണ് ഡയാലിസിസ്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അക്യൂട്ട് എന്താണ്, ക്രോണിക് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കി വരുന്ന പോർഷൻസ് ഒന്ന് ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഏത് 3rd പോയിന്റ് ആണ് ചോദിച്ചത്? ലാസ്റ്റ് ഹൗ ഇറ്റ്സ് വർക്സിലാണോ 3rd പോയിന്റ് ചോദിച്ചത് പ്രിയ? ഓക്കെ. 3rd പോയിന്റ് എന്ന് പറഞ്ഞാൽ കിഡ്നീസ് ഇവൻ ആക്ടിവേറ്റഡ് ഫോം ഓഫ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് വഴി എന്താണ്? കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, കാൽസ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ അവിടെ വിറ്റാമിൻ ഡിയുടെ പ്രസൻസ് വേണം. അപ്പൊ വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്താലല്ലേ അവിടെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനും കൂടിയാണ് കിഡ്നീസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ ഈ 3 ഫംഗ്ഷൻസും എന്താണ്, കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ നടക്കാനായിട്ട് എന്താണ് നമ്മുടെ യൂറിൻ എന്താണ് അവിടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന സമയത്തല്ലേ അവിടെ കാൽസ്യത്തിന്റെ ഒക്കെ അബ്സോർപ്ഷൻസ് നടക്കുന്നത്. അപ്പൊ അതിനെ സഹായിക്കാൻ അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യാനും കൂടി ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കിഡ്നീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 3 ഫംഗ്ഷൻസും കിഡ്നീസ് നല്ല നോർമൽ ആയിട്ട് പെർഫോം ചെയ്യുന്ന കിഡ്നീസ് ഇങ്ങനെയുള്ള 3 ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ നോർമൽ ആയിട്ട് പെർഫോം ചെയ്യാത്ത അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് എന്താ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഒന്നും അവരുടെ ബോഡിയിൽ നടക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റും, അവരുടെ ആ ഒരു ബോഡിയിലുള്ള എന്താണ് അക്യുമുലേറ്റ് ചെയ്യുന്ന വേസ്റ്റിന്റെയും മറ്റേ എന്താണ് എക്സ്ട്രാ ഫ്ലൂയിഡ്സിന്റെ ഒക്കെ എമൗണ്ട് കൂടും അല്ലെ. അതിനനുസരിച്ച് അവരുടെ ബോഡിയിൽ പോയിസൺസ് ഉണ്ടാവുകയും മറ്റ് ഓർഗൻസിനെ ഡാമേജ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഡയാലിസിസ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഡയാലിസിസ് 3 ടൈപ്പ് ആയിട്ടാണ് ഡയാലിസിസ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ആണ് ഹീമോ ഡയാലിസിസ്, സെക്കൻഡ് വൺ ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, തേർഡ് വൺ ആണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, CRRT, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി, പെരിറ്റോണിയൽ ഡയാലിസിസ്, പിന്നെ ഹീമോ ഡയാലിസിസ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഫെമിലിയർ ആണ്, നമുക്ക് എപ്പോഴും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഹീമോ ഡയാലിസിസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചധികം അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടൊരു ടോപ്പിക് ആണ്. എന്നാലും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് എടുത്ത ക്ലാസ്സുകൾ ഇന്ന് എടുത്തത് ഇത്രയും ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? മാം കിഡ്നി ഫെയിലിയർ ഒന്നും കൂടി പറഞ്ഞുതരോ? ഏതിന്റെയാണ്? കിഡ്നി ഫെയിലിയർ. ഓക്കെ, കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ മറ്റൊരു പേരാണ്. കിഡ്നി ഫെയിലിയർ എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അത് പ്രധാനമായിട്ടും അതിന്റെ 3 പേരുകളാണ് അറിയപ്പെടുന്നത് അല്ലെ. എന്താണ്? ക്രോണിക് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ എന്ന് പറയാം, അല്ലെങ്കിൽ ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിലോ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്നും കൂടി പറയാം. ക്ലിയർ ആയോ? അതിന്റെ ഇത്രയും പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ കിഡ്നി ഫെയിലിയറിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറിച്ച് ഒരു ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് തന്നെയാണ് എഴുതേണ്ടത്. അതുപോലെ ESKD എന്താണെന്ന് ചോദിക്കാറുണ്ട്, ഇത് എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നമ്മൾ എന്താണ് ഒരു ഡയാലിസിസ് ചെയ്തത്, അവരുടെ കിഡ്നീസിന്റെ ഫംഗ്ഷൻ എന്തായി, പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവരുടെ ആ കിഡ്നി ഫംഗ്ഷൻസ് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മളൊരു നോർമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, കിഡ്നിയുടെ ഫംഗ്ഷൻ ഒരു 100% എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ഫെയിലിയർ ആയിട്ടുള്ള കിഡ്നീസ് ആണെങ്കിൽ അവരുടെ അവിടെ ഫംഗ്ഷൻ നടക്കുന്ന എത്ര പെർസെന്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ? 10 to 15% മാത്രമേ അവിടെ ഫംഗ്ഷൻസ് നടക്കുന്നുള്ളൂ. ബാക്കി എന്താണ്, അവരുടെ ആ ഫംഗ്ഷൻസ് എല്ലാം അവർക്ക് നഷ്ടമായി പോയി. ഞാൻ രണ്ടാമത് പറഞ്ഞ എന്താ, അറ്റ് ദിസ് സ്റ്റേജ്, ഈ ഒരു സ്റ്റേജില് കിഡ്നീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് എന്താണ് അവരുടെ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണം, ഒരു എക്സ്ട്രാ ഹെൽപ്പ് ആവശ്യമാണ് അല്ലെ. ആ എക്സ്ട്രാ ഹെൽപ്പ് അല്ലെങ്കിൽ ആ ഒരു അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു എക്സ്ട്രാ ഹെൽപ്പ് കൊടുക്കുന്നതാണ് നമ്മൾ എന്ത് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റുകൾ വഴി എന്താണ്, കിഡ്നി എന്തൊക്കെ നോർമലായിട്ട് നമ്മുടെ ബോഡിയിൽ ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ടോ അതേ സെയിം ഫംഗ്ഷൻസ് നമുക്ക് എന്താണ് ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ അവിടെ ആ മെഷീന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ ഒരു ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും ഒക്കെ സാധിക്കും. ഇപ്പൊ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ഒരു എക്സ്ട്രാ കൊടുക്കുന്ന, നമ്മളൊരു പേഷ്യൻസിന് ഒരു എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ഹെൽപ്പ് തന്നെയാണ് അല്ലെ. നെക്സ്റ്റ് എന്താ നോക്കിയേ, അതിന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇതിന് മറ്റൊരു പേരും കൂടി പറയുന്നുണ്ട്, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ESKD എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മോഡിൽ കൊടുത്തിട്ടില്ലേ, എന്താണ് ക്രോണിക് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ. വിത്ത് കിഡ്നി ഫെയിലിയർ, ഇനി കിഡ്നി ഫെയിലിയർ ഉള്ളവർക്കാണെങ്കിൽ എന്താണ് ഡയാലിസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താ, ഹെൽത്തി ആയിട്ടുള്ള കിഡ്നീസ് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണോ പെർഫോം ചെയ്യുന്നത് ആ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഡയാലിസിസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. എന്നാൽ ഇതൊരു ചികിത്സ മാത്രമാണ്. ഈ ചികിത്സ കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും ആ ഒരു രോഗത്തിൽ നിന്നും എന്താണ് മുക്തി നേടാനായിട്ട് സാധിക്കില്ല. മറിച്ച് എന്താണ് ഡയാലിസിസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, പെർമനന്റ് ആയിട്ട് കിഡ്നി ഫെയിലിയർ വന്നിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നില്ലെങ്കിൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവരെന്ത് ചെയ്യണം, ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിലുള്ള ഒരു മറ്റൊരു മാർഗം എന്ന് പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക എന്നതാണ്.
മനസ്സിലായോ? അപ്പൊ ഇതൊരു വിട്ടുമാറാത്ത രോഗാവസ്ഥയാണ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. ഇത് ക്രോണിക് കിഡ്നി ഫെയിലിയർ തന്നെയാണ് കേട്ടോ. ആരാ ചോദിച്ചു? ക്ലിയർ ആയോ? ക്ലിയർ മാം. ഓക്കെ, നെക്സ്റ്റ് വേറെ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? അക്യൂട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? അക്യൂട്ടും എന്താണ് ക്രോണിക്കും രണ്ടിന്റെയും യൂസസ് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. യൂസസിൽ രണ്ടും സെയിം ഒരു സിംഗിൾ പോയിന്റിൽ അത് പറഞ്ഞിരിക്കുന്നു. മറ്റത് എന്താണ് കുറച്ചും കൂടി എക്സ്പാൻഡ് ആക്കി അത് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. അത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അക്യൂട്ട് ആൻഡ് ക്രോണിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ ഇവിടുത്തെ ESKD പോലെയുള്ള ഷോർട്ട് ഫോമുകൾ ഉണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ഫോമുകൾ ചോദിക്കാറുണ്ട്. അതുപോലെ എന്താണ് ഡയാലിസിസ് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ആര് പറയും ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി? എന്താണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി? യദുപ്രിയ ഉണ്ടോ? യദുപ്രിയ ഇല്ല. യദുപ്രിയ. ഓക്കെ, ഷിഫാനത്ത്. ഷിഫാനത്ത് ഉണ്ടോ? യെസ് മാം. ഓക്കെ, എന്താണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാല്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഡൻ ആയിട്ട് എന്തെങ്കിലും റീസൺ വഴി കിഡ്നിക്ക് ഡാമേജ് അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടാവണേനാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയണത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണത് ഇൻട്രാവെനസ് ഫ്ലൂയിഡ് വഴിയാണ് ട്രീറ്റ് ചെയ്യുക. പിന്നെ ആവശ്യമാണെങ്കിൽ ഡയാലിസിസും ചെയ്യും. ഇത് ബെറ്റർ ആവണ വരെ ഈ ഒരു കണ്ടീഷൻ ബെറ്റർ ആവണ വരെ ഡയാലിസിസ് ചെയ്യും. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മളിവിടെ നോക്കിയേ നിങ്ങള് കിഡ്നി ഫെയിലിയർ അല്ലെ, ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അക്യൂട്ട് ആയിട്ടുള്ള കിഡ്നി ഇഞ്ചുറീസ് ഏതൊക്കെ രീതിയിൽ വരാമെന്ന് നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസോ അല്ലെ, വൈറസിന്റെ ഇൻഫെക്ഷൻസ് വഴിയോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൻസ് അല്ലെ, നമ്മുടെ കീമോതെറാപ്പികളോ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ കൂടുതലുള്ള ഓവർ ഡോസിലൊക്കെ കഴിക്കുമ്പോൾ അതുവഴിയൊക്കെ എന്താ മെഡിസിൻസ് കഴിക്കുന്നതിന്റെ ഒക്കെ ഫലമായിട്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു കിഡ്നി ഫെയിലിയർ ആണ് അക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി ക്രോണിക്കിന്റെ കേസിൽ വരുമ്പോൾ അത് ഉണ്ടാവാനായിട്ടുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും? ക്രോണിക് ആകുമ്പോൾ നിങ്ങൾ ഓൾറെഡി പറഞ്ഞുവല്ലോ. എന്താണ് പ്രധാനമായിട്ടുള്ള റീസൺ? എന്തായിരുന്നു വിദ്യ എന്ന് പറഞ്ഞ? എന്തായിരിക്കും പ്രധാനമായിട്ടുള്ള റീസൺ? ക്രോണിക് ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാന റീസൺസ് എന്തൊക്കെയായിരിക്കും? ഡയബറ്റിക്സ് വരുന്നത്. വെരി ഗുഡ്, ഡയബറ്റിക്സ് ആണ് അല്ലെ പ്രധാന രോഗം എന്ന് പറയുന്നത്. എന്താ? പ്രമേഹവും അല്ലെങ്കിൽ ഡയബറ്റിക്സുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പേഷ്യൻസിനും കിഡ്നി ഫെയിലിയേഴ്സ്, പെർമനന്റ് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ട്. കാരണം എന്താ? അതൊരു വിട്ടുമാറാത്തതാണ്. കാലങ്ങളായിട്ട് അവർക്ക് ആ ഒരു എന്താണ് എഫക്ട് അവരുടെ ആ ഒരു കിഡ്നിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മളത് എന്ത് ചെയ്യുന്നില്ല, ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഒത്തിരി നാള് അത് ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നു കഴിയുമ്പോൾ അവരെന്താ പെർമനന്റ് ആയിട്ട് അവർക്ക് ആ ഒരു കിഡ്നി ഫങ്ഷൻസ് നഷ്ടം കിട്ടുന്നുണ്ട്. ഇനി മറ്റൊരു കേസ് എന്തായിരിക്കും? ജന്മന ഉള്ള കിഡ്നിയിലത്തെ എന്തെങ്കിലും ഡിഫോമിറ്റി കാരണം. അതെ അതെ, ജന്മനായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? മറ്റെന്തെങ്കിലും റീസൺസ് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മളെ വൃക്കയിലെ കല്ലുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? നിങ്ങള് വൃക്കയിലെ കല്ലുകൾ അല്ലെങ്കിൽ മൂത്രത്തിലെ കല്ലുകൾ ഒക്കെ കേട്ടിട്ടുണ്ടോ? വൃക്കയിലെ കല്ലുകൾ ഉണ്ടാവാറില്ലേ? എന്താണ് കിഡ്നി സ്റ്റോൺസ്. അപ്പൊ ആദ്യം നമുക്ക് പേഷ്യൻസ് അങ്ങനെയുള്ളവർക്ക് എങ്ങനെയായിരിക്കും? കിഡ്നി സ്റ്റോൺസിന്റെ ആരംഭം മാത്രമേ അവരിൽ കാണുള്ളൂ അല്ലെ. പക്ഷെ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റുകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? കുറെ അധികം വർഷങ്ങൾക്ക് ശേഷം അത് എന്തിലോട്ട് ലീഡ് ചെയ്യാം? എന്തിലോട്ട് അതിനെ നയിച്ചേക്കാം? പെർമനന്റ് ആയിട്ട് ഇങ്ങനെയുള്ള കിഡ്നി ഫങ്ഷൻസ് നഷ്ടമാവുന്നതിലേക്ക് നയിച്ചേക്കാം. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ഈ മൂത്രവുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ എന്താ കിഡ്നിയുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള രോഗങ്ങളൊക്കെ പെട്ടെന്ന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ അതിനെടുത്തില്ല എങ്കിൽ അത് പിന്നീട് എന്തായി മാറും? കിഡ്നി ഫെയിലിയറിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കാരണങ്ങൾ വഴി കിഡ്നി ഫെയിലിയർ, ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട് കേട്ടോ. അക്യൂട്ടിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു, ക്രോണിക്കിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒന്നുകൂടി ഇപ്പൊ എടുത്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോ ഏതൊക്കെയായിരുന്നു പ്രധാന 3 ഫങ്ഷൻസ്? കിഡ്നീസ് നമ്മുടെ ബോഡി ബാലൻസിന് ആവശ്യമായിട്ട് 3 ഫങ്ഷൻസ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. കിഡ്നി ചെയ്യുന്ന 3 ഫങ്ഷൻസ് അതാര് പറയും? ഞാൻ പറയാം മാം. ഓക്കെ, കാരുണ്യ പറഞ്ഞോ. അതായത് പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എക്സ്ട്രാ വാട്ടർ അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അടിഞ്ഞുകൂടുന്ന വേസ്റ്റ്, നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ക്ലിയർ ചെയ്യാന്നുള്ളതാണ് കിഡ്നിയുടെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ. പിന്നെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ
ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ കെമിക്കൽ എലമെന്റ്സിന്റെ ലെവൽ കൺട്രോൾ ചെയ്യുക. ഇത് രണ്ടുമാണ്. കെമിക്കൽ എലമെന്റ്സ് എന്ന് പറയുന്നത് സോഡിയവും പൊട്ടാസ്യവും ആണ് ഇതിൽ വരുന്നത് ഓക്കെ. പ്രധാനമായിട്ടും. പിന്നെ മൂന്നാമത്തെ കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ കൂടിയാണ് വിറ്റമിൻ കെ യുടെ ഉൽപാദനം ആക്ടിവേറ്റ് ചെയ്തിട്ട് എന്താ മാം? ആണോ? സോറി, വിറ്റമിൻ ഡി, സോറി മാം, വിറ്റമിൻ ഡിയുടെ ഉൽപാദനം ആക്ടിവേറ്റ് ചെയ്തിട്ട് കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. വെരി ഗുഡ്. നെക്സ്റ്റ് നമ്മളിപ്പോ നമ്മളിങ്ങനെയുള്ള ഫംഗ്ഷൻസ് പ്രോപ്പർ ആയിട്ട് ഒരു നല്ല ഫംഗ്ഷൻ ചെയ്യുന്ന കിഡ്നിയുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് പറഞ്ഞത്. ഇനി ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഒരു കിഡ്നി അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് പറ്റും? കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ നഷ്ടപ്പെട്ടു പോയാൽ അതിന്റെ ഫംഗ്ഷനിങ് ആ ഒരു കേപ്പബിലിറ്റി നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ അവിടെ പകരമായിട്ട് ഉപയോഗിക്കുന്നത് എന്ത് ട്രീറ്റ്മെന്റ് ആണ്? ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആണ്. വെരി ഗുഡ്, ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ഡയാലിസിസ് പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരിക. ഇത് ബന്ധപ്പെട്ടാണ് നമുക്ക് അടുത്ത പോയിന്റ്സ് ഒക്കെ പറയാനുള്ളത്. അപ്പൊ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരാം കേട്ടോ. പഠിച്ച് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് തന്നെ വരിക. എല്ലാ ക്ലാസ്സിലും ഇത്രയും പിള്ളേരാ ഉണ്ടാവാറുള്ളോ? 40 ഒക്കെ ഉണ്ടാവാറുള്ളോ? 90 ഒക്കെ കാണാറുണ്ട്, 80, 90 ഒക്കെ കാണാറുണ്ട്. ഓക്കെ. അപ്പൊ വൈകിട്ട് പോട്ടെ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.